Hi guys, welcome to the happiest place on earth. Welcome to Disneyland. Guys, welcome to Disneyland and it's a dream come true. വേദന നോക്കിക്കേ, ഡിസ്നിലാൻഡിന് പറ്റിയ ഡ്രസ്സൊക്കെ ഇട്ട്. So guys, welcome to Disneyland. ഡ്രീംസ് ഡു കം ട്രൂ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കൊച്ചിലേ തൊട്ടുള്ള ഒരു ഡ്രീമാണ് എന്ന് പറയുമ്പോൾ എനിക്കൊരു 12-13 ഇയേഴ്സ് തൊട്ടുള്ളപ്പോൾ ഒരു ഡ്രീമാണ് ഡിസ്നിലാൻഡിൽ വരണം എന്നുള്ളത്. അത് ഇന്നാണ് സാധിക്കുന്നത്. സോ എക്സൈറ്റഡ്. ഇറ്റ്സ് നോൺ ടു ബി ദ ഹാപ്പിയസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്. സോ നമ്മളിപ്പോൾ ഉള്ള ഷാങ്ഹായ് ഡിസ്നിലാൻഡാണ്. ഇവിടുത്തെ കാഴ്ചകളായിരിക്കും ഇന്ന് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നത്. നമ്മൾ ഡിസ്നിലാൻഡിലേക്ക് കയറുന്നതിന് മുമ്പ് വേൾഡ് ഡിസ്നി എന്ന് പറയുന്ന ഒരു അവരുടെ ഡിസ്നിയുടെ മെർച്ചൻഡൈസ് സ്ഥലമുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല. ഹെഡ്വെയർ, ടോയ്സ്, വാട്ടർ ബോട്ടിൽസ്, എവ്രിതിങ് ഇസ് ദർ. പക്ഷേ സമയമില്ല, നമ്മൾ ഓൾറെഡി ലേറ്റായി. വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ലൈക്ക് ഒരു 800 rupees ഒക്കെ ഉള്ളൂ. അത് വെറുതെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇടാനുള്ളത്. ഏത് ഓ ഡിസ്നിയുടെ ബോൾ കണ്ടാ? ആ കാണുന്നൊക്കെ ഹെഡ് ബാൻഡ്സ് ആണ്. എല്ലാവരും എനിക്കൊന്ന് ഇവിടുന്ന് ഹെഡ് ബാൻഡ്സാണ് വാങ്ങുന്നത്. അൾട്ടിമേറ്റ് ക്യൂട്ട്നെസ്. ഇഫ് എനിവൺ നോസ് ഹൗ ടു ഡു മെർച്ചൻഡൈസ് അത് ഡിസ്നിയാണ്. ഓ ദേ തോറിന്റെ ആക്സ്, ഹാമർ, ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ്, വലിയ ഷീൽഡ്, ആരോ. ഓ എന്തൊക്കെയാണ്. ഓ ബാ വേഗം പോവാം. ഇവിടെ നല്ല നമുക്ക് ഇപ്പോഴല്ല. ബാ ഭാഗ്യം അന്തും വരാത്തത് കൊണ്ടേട്ടാ. അന്തും അതാരെങ്കിൽ വേറെ അന്തൂരെ കൊണ്ട് ഇതൊക്കെ ദിയക്ക് വാങ്ങിച്ചാൽ അറിയോ. ഫുൾ പ്രിൻസസ് ഡ്രസ്സ് വാങ്ങണം എന്ന് പറഞ്ഞാണ് മേരിയൻ ആൻറ്റി. നോക്കിക്കേ, കംപ്ലീറ്റ് പ്രിൻസസിന്റെ ആക്സസറീസ് ആണ്. ദിയ അപ്പനോട് പറയട്ടെ ഇങ്ങോട്ട് വരണം എന്ന്. എന്താ? ഓ കൊള്ളാലോ. ഷോ ഡിസ്നിലാൻഡിൽ ഭാഗ്യത്തിന് വലിയ ക്യൂ ഇല്ല. പക്ഷെ ക്യൂ ഉണ്ടെങ്കിൽ ഐ കൻ ഇമാജിൻ ഇതിൻ്റെ അകത്ത് കയറാൻ തന്നെ എന്ത് പാടായിരിക്കുന്നത്. ഞാൻ ജപ്പാനിൽ ഡിസ്നിലാൻഡിൽ പോകാതിരുന്ന കാര്യം അതിൻ്റെ ക്യൂ കണ്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇന്ന് ഇവിടെ വീക്ക് ഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കും വലിയ ക്യൂ ഇല്ല. പിന്നെ ഇവിടെ ഡിസ്നിലാൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലേസസ് ആണല്ലോ. പക്ഷേ എനിക്കൊന്ന് ഷാങ്ഹായ് വളരെ അഫോർഡബിൾ ആണ്. റേറ്റ്സ് എത്രയാണെന്നൊന്ന് ഗസ് ചെയ്യാം. ആൻഡ് the dream come true moment, guys. So welcome to Disneyland. Yes, കേറി വേദു നമ്മള് ഡിസ്നിലാൻഡിനുള്ളില്. വെൽക്കം ടു ഡിസ്നിലാൻഡ്. ആര്? ചെറിയ കുട്ടികൾ. അവർക്ക് എൻട്രൻസ് ഇവിടെ വരെ നടന്നപ്പോ തന്നെ മനസ്സിലായി ഡിസ്നിലാൻഡിന്റെ വലിപ്പം അല്ലേ. അതാണ് ആ നടന്നതില്ലേ, അതിന്റെ ഒരു 3 ഇരട്ടിയാണ് ഒരു റൈഡിൽ നിന്ന് ഒരു റൈഡിലേക്ക് പോവാൻ. Got the iconic Disney castle. ഇനി ഇത് നാവിഗേറ്റ് ചെയ്യാനാണ് ഏറ്റവും പാട് കേട്ടോ. എവിടെ പോകണം, ഏത് ക്യൂ നിൽക്കണം, നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഫുൾ ഡേ വേസ്റ്റ് ആവും. അതാണ് ഡിസ്നിലാൻഡിൻ്റെ പ്രശ്നം. നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വന്നില്ലെങ്കിലുണ്ടല്ലോ, വേഴ്സ്റ്റ് പ്ലേസ് ടു വിസിറ്റ് ഡിസ്നിലാൻഡ്. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വന്നില്ലെങ്കിൽ. അപ്പോൾ അവിടെ ലൈവ് ഷോ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് ലിറ്ററലി ലൈക്ക് എ ഡ്രീം കം ട്രൂ മൂവ്മെൻറ്റ്. സിനിമയിൽ കാണുന്ന കാര്യങ്ങളും ടി വി കണ്ട കാര്യങ്ങളും വ്ളോഗ്സിൽ കണ്ട കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നു. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. മൈ ഗോഡ്, സോ റോയൽ ആൻഡ് മെജസ്റ്റിക് ഡിസ്നിലാൻഡ്. ഫ്രോസന്റെ സോങ് അപ്പോൾ
ഗൈസ് നമുക്ക് ഇതുപോലെ ഡിസ്നിയുടെ മാപ്പ് ഉണ്ട്. അതിൽ ഓരോ സാധനത്തിൻ്റെ വെയിറ്റ് ടൈം അറിയാം. ചിലതൊക്കെ 2 മണിക്കൂറൊക്കെയാണ്. ഇതിന് ആ കൂടി 20 മിനിറ്റ് കാണിക്കുന്നുള്ളൂ. പിന്നെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അകത്ത് ഗൂഗിൾ മാപ്പ് പോലെ റൂട്ട് മാപ്പ് കാണാം. സോ ഞങ്ങൾ ആദ്യമേ പോകുന്നത് ഈ റൈഡാണ്. ഇവിടെ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സേ ഉള്ളൂ വെയിറ്റ് ടൈം. ഇത് ആക്ച്വലി വളരെ ഒരു ഈസി സിമ്പിൾ റൈഡാണ്. അതുകൊണ്ടാണ് അധികം തിരക്കൊന്നും ഇല്ലാത്തത്. പക്ഷെ ഒരു റിലാക്സിങ് റൈഡാണ്. എന്നിട്ടും 15 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്. ഈ റൈഡിൽ കയറുന്നില്ല. 60 മിനിറ്റ്സ് ആയിരുന്നു വെയിറ്റ് ടൈം. അതൊരു സാധാരണ റൈഡ്, ഞാൻ പറഞ്ഞില്ല ഒന്നും ഇല്ല അതിൽ, വെറുതെ തുഴഞ്ഞു പോകണമെന്നേ ഉള്ളൂ. സോ കുറച്ചും കൂടെ നല്ല റൈഡിൽ 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കയറുന്നത്. ഒരു ദിവസം സത്യം പറഞ്ഞാൽ എക്സ്പ്രസ് പാസ് ഒന്നും എടുത്തില്ലെങ്കിൽ അത് ഭയങ്കര റേറ്റാണ് എക്സ്പ്രസ് പാസ്. എനിക്ക് തോന്നുന്നു നമുക്ക് മാക്സിമം ഒരു 3 റൈഡിലോ 4 റൈഡ്, മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 3 റൈഡിലേ കയറാൻ പറ്റുള്ളൂ. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തണ്ടേ. ഇവിടെ ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഏരിയ ആണ് സുത്തോപ്പിയുടെ റൈഡും എല്ലാ ഏജ് കാറ്റഗറിക്കും ചെയ്യാൻ പറ്റുന്ന റൈഡാണ്. സോ ആദ്യമേ തന്നെ നമ്മൾ സുത്തോപ്പിയ കയറാമെന്ന് വിചാരിച്ചു. ഏറ്റവും വലിയ ടിപ്പ്, ഡിസ്നി ലാൻഡ് ഷാങ്ഹായിൽ സ്നാക്സും വെള്ളവും ഒക്കെ അലൗഡ് ആണ്. ഒൺലി തിങ് നമ്മുടെ ട്രോളി ബാഗ് അലൗഡ് അല്ല. അപ്പോൾ സ്നാക്സും ജ്യൂസും ഡ്രിങ്ക്സും എല്ലാം ഇട്ട് വരിക. കാരണം അകത്ത് ഓബിയസ്ലി പ്രൈസ് കൂടുതലാണ്. ആൻഡ് ക്യൂവിൽ ഇതുപോലെ 2 മണിക്കൂറൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഫുഡും നല്ല കമ്പനി ഉണ്ടെങ്കിൽ അത്യാവശ്യം ടൈം സ്പെൻഡ് ആവും. ഇപ്പോഴായിരുന്നു അന്തും മേരിയാരും ജെഫ്രിനും ജോഗിനും എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ കോമഡിയൊക്കെ അടിച്ച് 2 മണിക്കൂർ പടയെന്ന് പോയാൽ. ഇപ്പം മുഖം മാറും കേട്ടാ. ഇനിയിപ്പോൾ സന്തോഷമായി തുടങ്ങും. ആ ക്യൂ നിൽക്കുമ്പോഴും നടക്കുമ്പോഴുള്ള മൂഷാട്ടേ ഉള്ളൂ. കണ്ട റിയൽ ലൈഫ് സൂത്തോപ്പിയ ക്യാരക്ടറാണ് ഇവിടെ. വാവ്, അത് ആനിമേഷൻ ആണോ റോബോട്ടാന്ന് തോന്നുന്നു. ഓ ഏയ് എന്ത് രസം പ്രിയ. ഇത് റോബോട്ടാ. മൈ ഗോഡ്, ഒറിജിനാലിറ്റി നോക്ക്. ഇത് നമ്മൾ സുത്തോപ്പിയുടെ സെറ്റിൽ കൂടെ നടന്നു വന്നൊരു ഫീലാണ്. സോ ദേ ആക്ച്വലി മെയ്ഡ് ഇറ്റ് ലൈക്ക് ശരിക്കും ഒരു സെറ്റ് പോലെ അല്ലേ. ഇതാ സിനിമയിൽ എങ്ങനെയാ പോലീസ് സ്റ്റേഷൻ. ഓ അതൊക്കെ കണ്ടുപോയതു. ഓ അല്ലെങ്കിൽ മൂഷാട്ടാവുന്ന ആൾ ഇന്ന് ഏറ്റവും കൂടുതൽ ലൈഫിൽ നടക്കുന്ന ദിവസമായിരിക്കും കേട്ടോ വേദുമോൻ. ഇത് ചീഫിന്റെ ഓഫീസാ, ചീഫ് ബോഗോന്റെ. ബുള്ളല്ലേ, ചീഫ് ബോഗോ ബുള്ളാന്ന് തോന്നുന്നു. കിളി നടക്കുന്ന അത്രയും തന്നെ അകത്തുണ്ട്. ഇതെല്ലാം മറ്റേ ആനിമൽ സൈസ് ആയതുകൊണ്ട് കപ്പിന്റെയും ഡോണറ്റിനൊക്കെ സൈസ് കണ്ട. ഷോ, ഇത് പോലീസ് സ്റ്റേഷന്റെ മറ്റേ ഡ്രസ്സ് കൊടുക്കുന്ന സ്ഥലങ്ങള്, ജയില്. വാവ്, കൊള്ളാലോ. ഫോണിനൊക്കെ സൈസ് നോക്ക്. നമ്മൾ കുട്ടികളായിപ്പോ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് കൊണ്ട്. ഇത് നോക്ക്, ഒരു ജയിലിന്റെ അകത്ത് ഹോട്ട് ടബ്. അത് ഏതെങ്കിലും മറ്റേ പൈസക്കാരൻ പ്രശ്നറിന് വേണ്ടിയായിരിക്കും. ക്ലോക്ക്, എല്ലാത്തിനും സൈസ് ഉണ്ട്. ആ ആനിമൽ സൈസ് തന്നെ എല്ലാം. എന്താ അല്ലേ, റിയൽ ലൈഫ് ആനിമേഷൻ പോലെ. വാ വരെ അനങ്ങുന്നു. എക്സ്പ്രഷനും കണ്ണും മുഖത്തെ ചുളുക്കും ഭയങ്കരമായിട്ടുണ്ട്. ഓ ഡിസ്നിലാൻഡിൽ കയറിയിട്ട് ഫസ്റ്റ് റൈഡ് ഇത്രയും നേരമായിട്ട് അവിടെ നിന്ന് നടന്ന്. ഡിസ്നിലാൻഡിലെ ഏറ്റവും അതാണ്. ആ ഇഷ്ടം മാതിരി ടൈം എടുക്കും. അതെ, ഇവിടെ നിന്ന് അടുത്ത ഓടണം അടുത്ത റൈഡിലേക്ക്. ആ ഇൻഡോറിൽ ഇത്ര ഏരിയ നടക്കാൻ പോലെ. ശരിക്കും എന്ത് കോടികളായിരിക്കും ഒരു ദിവസം. 100 കോടിയെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കും. ആ മിക്കവാറും. ഫുഡില്ലേ പ്രിയ, ഫുഡ് മെർച്ചൻഡൈസ് എത്ര പേരാ. ഇൻഡോർ ചെയ്ത് കഴിഞ്ഞാൽ ഫോറിനേഴ്സിന് ടാൻ ആവാൻ പറ്റില്ല. അതാ വേറൊരു കാര്യം അറിയാം പ്രിയ, ജപ്പാനിൽ ഫസ്റ്റ് അണ്ടർഗ്രൗണ്ട് ഡിസ്നിലാൻഡ് വരുമോ. കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട്. ഇതിനെയും കാട്ടി വലുത്, ഷാങ്ഹായിനെ കാട്ടി വലുത്. ഫുൾ അണ്ടർഗ്രൗണ്ട്. പക്ഷെ നമ്മളിങ്ങനെ കുഴിക്കണം, എന്നിട്ട് നമ്മൾ അങ്ങനെ കുഴിച്ചിട്ടാണ് പോകണ്ടേ. അപ്പൊ ഇന്നത്തെ തള്ളു വിശ്വസിച്ചു കേട്ടാ. ഇവന്റെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ പ്രായത്തില് ഡിസ്നിലാൻഡിൽ വരാൻ പറ്റിയത്. ഓ എന്താണ് നോക്കട്ടെ, ജസ്റ്റ് ഫുള്ള് കാണിക്കില്ലേ, ജസ്റ്റ് എന്താ സംഭവം എന്ന് കാണിക്കാം. ഹായ് പറ. ഇവരാണ് ഹീറോസ് സുത്തോപ്പിയല്ലേ. ഐസ് ഇതുകൊണ്ട് തെന്നിപ്പോന്ന. അയ്യോ തെന്നിപ്പോന്നേ. നല്ല രസമുണ്ട് കേട്ടോ. ഇത്
നമ്മൾ അവര് ചേസ് ചെയ്ത പോലെ ഈ വണ്ടി അനങ്ങുവേ. ദേ, ദേ, ദേ. Wow. അടിപൊളി കേട്ടാ. റിയൽ ഇമേഴ്സീവ് എക്സ്പീരിയൻസ്. നമ്മൾ ഈ മൂവിക്ക് അകത്താന്ന് തോന്നും. ദേ മുകളിൽ ആൾക്കാർ നടന്നു നോക്ക്. എല്ലാരും ഓടുന്നത്. ഇത് ശരിക്കും നമ്മൾ കേബിൾ കാറിൽ പോകുന്ന ഫീലിംഗാ കണ്ട. ഓ ഓ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഓ അൺബിലീവബിൾ. ഓ ശരിക്കും ഇതിനകത്തുള്ള പോലെ അല്ലേ. ഓ ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മള് ഒരു 360 ഡിഗ്രീസ് ഇത് തന്നെയാണ്. ഓ അൺബിലീവബിൾ. ഓ ഭയങ്കരം. iconic concert. Oh wow. My God. That's okay. കഴിഞ്ഞു. അടിപൊളി അടിപൊളി. The single ride makes it worth it. അല്ലേ? നമ്മളെ വെളിയിൽ വന്നു കഴിയുമ്പോൾ അവർ ഫുള്ളായിട്ട് ആ സൂത്തോപ്പി ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സൂത്തോപ്പി ടൗട്ട് ജിറാഫ് എക്സസൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ തിയേറ്റർ, അവരുടെ പാർട്ടി ഏരിയ, റെസ്റ്റോറൻറ്റ്സ്, വീടുകൾ, മേയർ ഇരിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരു വൈബാണ് പ്രിയ. ഡിസ്നി ലാൻഡ് ഒന്ന് വൈബായിടിക്ക് നിക്ക്. ഓ ആ അതാ പറഞ്ഞ ഇനി വരില്ലല്ലോ. ആ ഏറ്റവും കൂടുതൽ ക്യൂ ഉള്ള ഈ ആൾക്കാർ മൊത്തം ഇരിക്കുന്ന എന്തിനാണെന്നറിയോ? ഇവിടെ ക്യാരക്ടേഴ്സിനെ മീറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാനാണ്. മിക്കി മൗസിനെ ഇത് മൊത്തം ആൾക്കാർ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഞാൻ വെയിറ്റ് ടൈം നോക്കിയപ്പോൾ യു വിൽ നോട്ട് ഗെസ് ഇറ്റ് 3 hours 40 minutes. ഇതൊക്കെ വെയിറ്റ് ചെയ്യാണ് ആൾക്കാർ. നമുക്ക് വീക്ക് ഡേ തിരക്ക് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കുവാണ്. സോ ഇമാജിൻ ഓൺ പബ്ലിക് ഹോളിഡേയ്സ് ഓഫ് വീക്കെൻഡ്സ് ഇറ്റ്സ് യു ആർ ഡൺ ഫോർ. ഇവിടെ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഷേ ഇത് ഫ്രോസൺ. അങ്ങോട്ട് ഞങ്ങൾ കയറുന്നില്ല കേട്ടാ. അടുത്തത് പീറ്റർ പാൻ ആണ്. നമ്മുടെയൊക്കെ ഒരു ചൈൽഡ്ഹുഡ് ബുക്ക് ഹീറോ. പീറ്റർ പാൻ പറക്കും എന്നുള്ളത് കണ്ടിട്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ പറക്കാനൊക്കെ. അടുത്ത ചൈൽഡ്ഹുഡ് ഹീറോനെ കാണാൻ പോവാം. ഓ അവസാനം അടുത്ത റൈഡ് പീറ്റർ പാൻ്റെ. ഇതും കൊള്ളാമല്ലോ. പക്ഷേ ആ ഡാഡി മമ്മിനെ കണ്ടുകിട്ടിയായിരുന്നെങ്കിൽ അവരെയും കയറ്റായിരുന്നു. അവരവിടെ ഇരുത്തണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ പോയി ഒരു 2 kilometer നോക്കിയപ്പോൾ അവരെ കാണാനില്ല. പറക്കുന്ന പോലെ തോന്നും. യു ലിറ്ററലി ഫീൽ ലൈക്ക് യു ഫ്ലോട്ടിങ്. കണ്ട നോക്ക്, പീറ്റർ പാൻ പറക്കുന്ന പോലെയാ ഇത് മൊത്തം. അടിയിലൊക്കെ ഗ്രാഫിക്സ് കണ്ട. വാവ് കണ്ട വിൻഡോയിൽ കൂടെ ഒക്കെ പറന്നു പോകുന്നു. നൈസോ. ശരിക്കും പ്ലെയിനിൽ പീറ്റർ പാൻ പറക്കുന്ന ഫീലിംഗ്. വാവ് ഇത് നോക്ക്, നമ്മള് മൗണ്ടൻസിന്റെ മുകളിൽ കൂടെ ഒക്കെ പറക്കുന്ന ഫീലിംഗ്. വാവ് അമേസിംഗ്. റെയിൻബോ. ഓ അടിപൊളി. നോക്ക് റെയിൻബോസും പീറ്റർ പാനൊക്കെ. ഓ അടിപൊളി കേട്ടോ, അടിപൊളി. ഇതൊക്കെ ഐക്കോണിക് മൂവ്മെന്റ്സ് ലൈഫില്. ആ പെട്ടെന്ന് തീർന്നു. എന്നാലും ഇറ്റ്സ് ഫൺ. ശരിക്കും പറക്കുന്നൊരു ഫീലിംഗ് ആയിരുന്നു. അതിൻ്റെ കൂടെ പോയി ഫോട്ടോ എടുക്കാനാ. ശരിക്കും ഇവിടെ വന്നേ നമ്മൾ ഒരു ക്യാരക്ടർ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് നടക്കണം പ്രിയ. അത് സത്യ. അതെ അത് തന്നെ ഒരു ക്യാരക്ടർ. ഡിസ്നിയിലേക്ക് വേണമെങ്കിൽ കയറ്റാം. ഏറ്റവും മൂഷാട്ട പിടിച്ചൊരു ക്യാരക്ടർ. എപ്പോഴും മൂഷാട്ട. വേദു ബാ, എൻജോയ് ചെയ്യണ്ടേ? ബാ. എവിടെ? അപ്പോ ഞാൻ പോയിട്ട് ഫെയിലിയർ ആയിട്ട്. പ്രിയക്ക് ഇതൊക്കെ മിസ്സായി കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇത് നമ്മുടെ പാർട്ടി പരേഡ് ഇതൊക്കെയല്ലേ കാണണ്ടേ. അടിപൊളി.
കണ്ടാ നമുക്കാണ് എല്ലാത്തിനും ഉള്ള ഭാഗ്യം കണ്ടാ. അപ്പഴൊരു ഡെസ്റ്റിനേഷനെ പറ്റിയില്ലേ? എന്റെ ഇരുന്ന് ഇൻസ്ട്രക്ട് ചെയ്ത് നോക്ക്. എവിടാ? അയ്യോ എവിടെ? എനിക്കൊന്ന് ഇവിടുത്തെ ഏറ്റവും ത്രില്ലിങ് റൈഡ് ഈ ഒരു ട്രോൺ ആണ്. ഏതൊന്ന് കയറാൻ പറ്റുമെങ്കിൽ ഞാൻ കയറും, ഇല്ലെങ്കിൽ ഞാൻ കയറുന്നില്ല. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് റൈഡ്, ഒരു മോട്ടോർ സൈക്കിൾ റോളർ കോസ്റ്ററാണ്. അവൻ 122 അവനൊരു 180 ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാനും എനിക്ക് വേദന ഒറ്റ അതാണ് റൈഡ്, അവിടെ ട്രോണിൻ്റെ ഒരു റൈഡ്. പക്ഷെ അതിലിപ്പോൾ വേദന കയറ്റാൻ പറ്റില്ല. നല്ല രസമുണ്ട്, റോളർ കോസ്റ്റർ റൈഡാ. വേദ അവൻ്റെ ഫേവറേറ്റ് അവഞ്ചേഴ്സിൻ്റെ ഷോയും അവനിത് മാത്രം മതി. ആരാ ആരാ നോക്ക്, ആരാത്? അടുത്ത ഇവരുടെ ലാൻഡ്മാർക്ക് റൈഡ് പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ. നമുക്കൊക്കെ ജാക്ക് സ്പാരോ ഇസ് എ ഹീറോ. പക്ഷെ എനിക്ക് തിരക്കിപ്പോൾ കാണുന്നില്ലല്ലോ. അപ്പോൾ തിരക്കില്ലാന്ന് വിചാരിക്കരുത്. ഈ പ്രാം പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അത്രയധികം ആൾക്കാരാണ് ഇതിൻ്റെ അകത്തേക്ക് പോയിരിക്കുന്നത്. ഒരു മിസ്റ്റേക്ക് പറ്റിയത്, ഈ പ്രാം നമുക്ക് റെൻറ്റ് ചെയ്യാമെന്ന് 1000 രൂപ ഉള്ളൂ എന്ന്. ഇതാണെങ്കിൽ ഡാഡീൻ്റെ മമ്മീനെ ഇരുത്തി ഉന്താൻ പാടായിരിക്കും. അറ്റ്ലീസ്റ്റ് പ്രിയനെങ്കിലും ഇരുത്തി ഉണ്ടായിരുന്നു. പ്രിയയ്ക്കൊരു കണ്ടീഷൻ ഉണ്ട്, അദ്ദേഹം പിന്നെ നാട്ടിലെത്തിയിട്ട് പറയാം. ആൻഡ് വേദുവിനെ ഇരുത്തായിരുന്നു. വേദുവിനെ ഞാൻ തോളത്ത് വെച്ചോണ്ട് ഇപ്പോൾ നടത്തുന്നത്. ഈ റൈഡേ വെള്ളത്തിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മളെ കറക്കിയെടുക്കും. പൈററ്റ്സ് നനയാതെ ഒരിക്കലും പൈററ്റ് ആവില്ലല്ലോ അല്ലേ വേദു? ആ പൈററ്റ് ഫൈറ്റ് ചെയ്യുന്നു. ഓ എല്ലായിടത്തും ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതേ. ഇല്ല ഇൻഡോർ വെള്ളം. ഇവിടുത്തെ ഇനി മെയിൻ പരിപാടി ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു സ്നാക്ക് പൊട്ടിക്കാൻ കഴിക്കും. ഇത് ഫസ്റ്റ് ഡേ വാങ്ങിയതാ. ഫ്ലേവർ എന്താണെന്നറിയോ? ചോക്ലേറ്റ് ആൻഡ് ചൂറോസ്. നല്ലതല്ല ആൽമണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ ഹബാഫ് എന്ന് പറയുന്ന സാധനം എവിടെ കണ്ടാലും വാങ്ങും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത്. അത് പൈററ്റ്സ് പൊട്ടിക്കുന്ന ഫുൾ സെറ്റാണ് അവർ, ഫുൾ സെറ്റാ. എന്ത് സെറ്റിങ്സാ നോക്കിക്കേ. ഈച്ച് നമ്മൾ നിന്ന് പ്രാകും കേട്ടോ. ഓരോ സ്ഥലങ്ങൾ നമ്മൾ നിന്ന് പ്രാകും. അത് കഴിഞ്ഞിട്ട് അകത്ത് കയറുമ്പോൾ നമ്മൾ പറയും ഓ എന്തായാലും ഇനി വരുന്നത്. അതാണ് ശരിക്കും നടക്കുന്നത്. ബാക്കിയുള്ള ടൈമിൽ അയ്യോ ഇനി മേലെ വരില്ല, വെയിൽ, ചൂട്, മറ്റേ ഉന്തും തള്ളൊന്നുമില്ല, തിരക്ക്, ക്യൂവ്. പക്ഷെ ഒരു റൈഡിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സെറ്റിങ് കണ്ടു കഴിയുമ്പോൾ വീണ്ടും വന്നേ പറ്റൂ എന്നുള്ള മൈൻഡാവും. പ്രിയ ഒരു കാര്യം അറിയോ? വെള്ളം നിറക്കിയതില് പൈററ്റ് നോക്ക്, എന്തൊരു സെറ്റാ ഇവരുടെയൊക്കെ. സ്കെൽട്ടനൊക്കെ നിൽക്കുന്നു ഏതോ. ഓ ജാക്ക് സ്പാരോ. ഓ ജാക്ക് സ്പാരോ. രോമാഞ്ചം. ഓ വാട്ടർഫാളിലെ താഴെ വീഴുന്ന ഫീലിംഗ്. ഓ മൈ ഗോഡ്, ഫ്ലോട്ട് ചെയ്ത ഫീലിംഗ്, വെള്ളത്തിനടി പോയ ഫീലിംഗ്. ഇതൊന്നും ഒരിക്കലും ഇവരാരും മറക്കില്ല കേട്ടോ ലൈഫില്. ഏറ്റവും മാജിക്കൽ തിങ് എന്താ പറയുക, നമ്മൾ ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആണ് ഈ വേൾഡിലേക്ക്. വെറുതെ സെറ്റല്ല, മേളിലും ഒക്കെ സ്ക്രീനും സൗണ്ടും വിൻഡും എവറിത്തിങ്. ഒരു ഹൈ എൻഡ് നാട്ടിൽ കാണുന്ന ഒരു 80 ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒരു 10 times ബെറ്റർ. സൗണ്ടൊക്കെ നമ്മുടെ ഡോൾബി അറ്റ്മോസ് പോലെയാണ്.
അപ്പൊ ഈ സൈഡിൽ നിന്ന് മാത്രമേ കേൾക്കുള്ളൂ. അങ്ങനെയൊക്കെയാ. അടിപൊളി. ഗോൾഡ് കോയിൻ. ഓ അതെ, എന്താ റിയലിസ്റ്റിക് അല്ലേ? അതെ, എന്ത് റിയലിസ്റ്റിക് അഷോ. ഇനി എനിക്ക് തെറിക്കാൻ പോകുന്ന കേട്ടാ, ഒറ്റ സ്പീഡിൽ വിടല്ല. എന്റെ അമ്മോ, നമ്മള് പോകുന്ന പോലെ ഇല്ലേ? വെള്ളം തെറിച്ചു, വെള്ളം തെറിക്കുന്നത്. എന്തൊരു മ്യൂസിക് അതെ. ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നില്ല. My God. ആ മ്യൂസിക്കും ഈ ഫീലും. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? വേറെ ലെവലല്ലേ? അവർക്ക് ഡിസ്നിയോടുള്ള അഭിപ്രായം മാറിപ്പോയി. ഭയങ്കര ഇത് തന്നെ വർത്താണ്. ഒരെണ്ണത്തിൽ കയറി അല്ലേ? ക്യൂവിൽ നിൽക്കണം, കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ. കയറി കഴിഞ്ഞാൽ വേറെ ലെവലാ. ശരിക്കും അപ്പോഴേ വരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പം ഇത്രയും നല്ല റൈഡ്സ് എല്ലാ ഏജിൽ ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന പാർക്ക് കുറവാണ്. മനസ്സിലായോ? അല്ല റോളർ കോസ്റ്ററും പിന്നെ ത്രിൽ റൈഡ്സ് ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റേ ജൈന്റ് വീല്, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക കാരസോള്. ഇന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല റൈഡ്സ് എല്ലാ ഏജ് കാറ്റഗറിക്കും കയറാമല്ലോ. അതാണ് ഡിസ്നിയുടെ അഡ്വാൻറ്റേജ്. പിന്നെ ആ ഡാഡിയും കയറി വേദും കയറി അല്ലേ? അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ടാങ്കിൾഡ് എന്ന് പറയുന്ന സീരീസില്ലേ, അതിൽ ആ ട്രാവനില്ലേ, അതുപോലെ ടാവറനില്ലേ, അതുപോലെയാണ്. സോ ദിസ് ലുക്സ് ആക്ച്വലി വെരി ഫാൻസി. ഫുഡ് ഡിസ്നിലാൻഡ് എക്സ്പെൻസീവ് ആയിരിക്കും, എന്നാലും എന്തെങ്കിലും കഴിക്കണമല്ലോ. അതിന് നല്ല വിശപ്പുമുണ്ട്. ഇൻറ്റീരിയേഴ്സ് ഓൾസോ ലുക്കിംഗ് വെരി നൈസ്. കംപ്ലീറ്റ് ആ ഒരു മിസ്റ്റിക്കൽ എൻചാൻറ്റഡ് ലുക്കാണ്. ഹലോ, വേദുവിൻ്റെ പിസ്സ നോക്ക്, ഇവിടെ നോക്ക്. എന്താ ഇത്? ഇത് 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 മിക്കി മൗസ് പിസ്സ. നോക്കട്ടെ മകം. രണ്ട് കൈ വെച്ച് മായി പറയണം വേദു. അതെങ്ങനെ? അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിച്ച് അങ്ങനെയാണ് പറയണ്ടേ. നന്നായി ഫുഡ് കഴിച്ചു. ആ വെപ്രാളത്തിൽ വേറെ ഒന്നും എടുത്തില്ല കേട്ടാ. വയറ് നിറഞ്ഞു. എനിക്കൊന്ന് ഒരു റൈഡിൽ കൂടെ പോകാനൊന്ന് ടൈം കാണുമായിരിക്കും കേട്ടാ. ഫുഡ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ്. എൻ്റെ പ്ലാനിങ് അടിപൊളിയാ കേട്ടാ. ഞാൻ ഒരു പ്ലാനറായി ജനിക്കേണ്ടായിരുന്നു. അത് ശരി. പ്ലാനിങ്, ഫുൾ പ്ലാനിങ്. ഒരു ഹാപ്പി ഫാമിലിയുടെ പ്ലാനിങ് ഓഫീസ് എല്ലാം പ്ലാൻ ചെയ്ത് തരും. ട്രാവൽ ഏജൻസി, ബിസിനസ്, ഫുഡ്, കുട്ടികളുടെ അഡ്മിഷൻ എല്ലാം. അതെ, ഏത് പെട്ടി വാങ്ങണം, ഏത് ഷൂസ് വാങ്ങണം, സ്കൂട്ടർ പെട്ടി വേണം, അതെ എല്ലാം പ്ലാൻ ചെയ്ത് തരും. നടക്ക് വേഗം. ഇത് എല്ലാവർക്കും ഫുഡ് ഡിസ്നി കാസിലുണ്ടോ? എല്ലാവർക്കും ഫുഡ് കഴിഞ്ഞിട്ട് അധികം കുലുക്കമൊന്നും ഇല്ലാത്ത റൈഡ് അതാണിത്. ഇത് ചുമ്മാ ഒരു റിലാക്സിങ് റൈഡ്. ഫുൾ നമുക്കൊരു ഡിസ്നി പാർക്കൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാം. നല്ലതല്ലേ? നോർമൽ റൈഡ്. വേദുവിന് അഡ്വഞ്ചർ മാത്രമേ പറ്റുള്ളൂ. ഒരു കാമിങ് റൈഡാണ്, അഡ്വഞ്ചറസ് ഒന്നും അല്ലാതെ എല്ലാ ഫാമിലിക്കും എല്ലാവർക്കും കൂടെ ഒന്ന് റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനായിട്ടുള്ള റൈഡ്. നല്ല നല്ല സൈറ്റ്സും ഡാൻസിങ് ഫൗണ്ടൻസും. ഇത് ഫ്ലവർ ഷോ. നല്ല റൈഡ്സ് ആട്ടാ ഇതൊക്കെ. ഈ ഒരു മാജിക്കൽ ഫീലിംഗ്, ഡിസ്നി ഈസ് മാജിക് നോ. അതുപോലെ തന്നെ യു ട്രൂലി ഫീൽ ചെയ്യുന്ന മാജിക്കൽ വേൾഡിൻ്റെ അകത്ത് ശരിക്കും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആണെങ്കിലും അത് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. വെൽക്കം ടു ഹൊറർ ഹൗസ്. പ്രേതത്തിന് ഇപ്പം കാണാൻ നോക്കിക്കോ. അത് ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു പ്രേതം ഉണ്ടെന്നായിട്ട്. ആ ഗോസ്റ്റ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും, അറിയാം മതിലൊക്കെ. ഡോറ് തുറക്കുന്നതും അകത്ത് കയറുന്നതും
ഏറ്റവും ലൈഫിൽ നമ്മൾ ഏറ്റവും പേടിക്കാൻ പോകുന്ന ഒരു പ്രേതത്തിനെ കാണുന്നത്. 以前有一位白雪公主， ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ വേദു പോകുന്നേ. ഫ്രണ്ടിൽ പോകുന്നു വേദു. ഫ്രണ്ടിൽ പോയാലേ കോസ്റ്റ് വരുവേ. ഭയങ്കര ബ്യൂട്ടിഫുൾ. വെറുതെ അല്ലാട്ട് ഇവർ ഇത്രയും പൈസ വാങ്ങുന്നത്. നമുക്കത് കാണാം. ഫുൾ ഡിസ്നിലാൻഡ് ഒരു എക്സ്പെൻസീവ് ഫീലാണ് ശരിക്കും. ഒന്നിലും കോംപ്രമൈസ് ചെയ്ത ഒരു ഫീൽ, ഇൻക്ലൂഡിങ് ദ ബാത്റൂം. 发现往后面走好吗？ ഓ കണ്ട ഇതെന്താ മിറർ റപ്പുൻസൽ. ആ പ്രിട്ടിയസ്റ്റ് ഓഫ് ദ വേൾഡ്. അത് ഏത് പടമായിരുന്നു? സ്നോ വൈറ്റ്. ഇത് സ്നോ വൈറ്റ്. സ്നോ വൈറ്റിന്റെ അതാ. 一个愿望，找到真爱。但是 സ്നോ വൈറ്റിന്റെ കഥ ഇങ്ങനെ ഓരോ എപ്പിസോഡായിട്ട് നറേറ്റ് ചെയ്തിരിക്കും ഓരോ റൂമിലേക്ക് പോകുമ്പോ. കൊള്ളാലോ, ഇത് രസമല്ലേ? ഇത് എല്ലാരും വെറുതെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടാ, എന്തെങ്കിലും നടക്കുമെന്ന്. ലാസ്റ്റ് എല്ലാരും അരമണിക്കൂർ ഇവിടെ നിൽക്കും. അതായിക്കോട്ടെ, ഇത് വെറുതെ എല്ലാരും വെറുതെ വെയിറ്റ് ചെയ്യാ. ഇതിന്റെ അതൊന്നുമില്ല. എന്താ അവിടെ സംഭവിച്ച? എന്താ? ഓ, അടുത്ത കഥ ഈവിൾ ക്വീന്റെ. 看你能猜到吗？ എന്താ വേദുനെന്താ? ഓ റിയൽ തൊടാനാ? ഓ കൊള്ളാലോ. പാമ്പ് വരുന്നു പ്രിയ. ഇനി കൈയിട്, ഇനി കൈയിടകത്ത്. ഡാഡി പോകുന്നുണ്ട്. അകത്തേക്ക് ഇടാൻ ഡാഡി. ഇത് സ്നോ വൈറ്റിന്റെ കിച്ചൺ പോലെ സെറ്റ് ചെയ്തിരിക്കുക. 手们到哪儿去了？ ഇത് അടിപൊളി കേട്ടാ. 可以帮忙吗？ അത് കൊള്ളാലോ. 是一个小动物，小动物们 ഇതൊക്കെയാ സ്നോ വൈറ്റിന്റെ ഫ്രണ്ട്സ്. അൺബിലീവബിൾ. ഭയങ്കരമായി പോയി. അങ്ങനെ സ്നോ വൈറ്റിനെ കിസ് ചെയ്ത് സ്നോ വൈറ്റിന്റെ ശക്തി വന്നു. അതുകൊണ്ടാണ് അപ്പ അമ്മേനെ കിസ് ചെയ്യുന്നത്. അറിയോ? നോക്കിക്കോട്ട്. അങ്ങനെ തിരിച്ച് ക്വീനായിട്ട് പോയി. അടിപൊളി അടിപൊളി. വേദോ? വേദു മമ്മിയുടെ കൂടെ അല്ലേ? ഓടും അപ്പളേക്കും. വേദു അല്ലേ പറഞ്ഞേ മമ്മിനെ അമ്മേനെ പേടിപ്പിക്കണം എന്ന്. വേദു മിസ്സിംഗ് ആന്ന് പറയണമെന്ന്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. കാസില് നമുക്ക് ക്ലോസിംഗ് സെറമണി കാണാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. ആൻഡ് ഇത് നേരെ താഴെ ആലിസ് ഇൻ വണ്ടർലാൻഡിന്റെ മെയ്സ് ആണ്. ഇതിന്റെ അകത്ത് കയറി തന്നെ വെളി വരാൻ നോക്കണം. മെയ്സിൽ കൂടെ പസില് പോലെ. രാവണം കോട്ടാന്ന്. ആ എന്താ ഫോട്ടോ ക്യൂട്ട്നെസ്. ഈ വലിയ ഗ്രോണപ്സ് ഇല്ലേ, ഈ മമ്മിയുടെ ഏജ് ഒക്കെ ഉള്ളവര് ടോയ് സ്റ്റോറിയുടെ ആരെങ്കിലും ഒക്കെ ഹായ് കൊടുത്ത ക്യാരക്ടേഴ്സ് കിട്ട പോലെ അവര് ഭയങ്കര ഹാപ്പി. അവരുടെ ആ മറ്റേ ഇൻക്രെഡിബിളിന്റെ ആള് വന്ന് കൈ കൊടുത്ത ഫ്രോസണിലെ എലിസ ഒരു ഫ്ലൈങ്. അവര് ക്യാരക്ടേഴ്സ് ആണെന്ന് അറിയാലോ, എന്നിട്ട് ഇവർക്ക് അത്ര അറ്റാച്ച്മെന്റ്. പക്ഷെ അതുകൊണ്ടാണ് വേദുന് തന്നില്ല. അയ്യോ അപ്പൊ തരാം. ഓക്കെ, അപ്പൊ നിങ്ങളെ ക്ലോസിംഗ് സെറമണി ടൈമിൽ കാണാം. അവർക്ക് ഒന്നും കൂടെ സൂട്ടോപ്പിയ പ്രിയക്ക് ഡാഡി മമ്മിനെ കൊണ്ടുപോകണം എന്ന്. ബെസ്റ്റ് റൈഡാ, കയറിക്കോ. വേദു ആണ് ഫുൾ ഷോ. 1 മണിക്കൂറാ വെയിറ്റ് ടൈം. പോയി ക്യൂ നിന്നോ. ഞാൻ എൻ്റെ ഫോണ് ഞാൻ എടുത്തോളാം. ബൈ. ഞാനപ്പോ ഒന്നും കൂടെ കയറുന്നില്ല. അതെ ഈ മൗസിന്റെ തൊപ്പി. അപ്പോൾ ഇവിടുത്തെ ഒരാൾ നമുക്ക് തന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു ഗിവ് അവേ ഫെയർ ഡിസ്നിലാൻഡ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തു. അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ ഇതിൻ്റെ രസം എന്താ അറിയോ, ബാക്കിലുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ കണ്ട പോണിറ്റെയിൽ പോലെ മിക്കയുടെ വാലും തലയും കിടക്കും. സോ ഞാൻ ക്ലോസിംഗ് സെറമണി ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഇവരിതിൽ കയറിയ അതുകൊണ്ട് ഞാൻ ഇവരോട് പോകുന്നില്ല. ഞാൻ ക്ലോസിംഗ് സെറമണി കാണാൻ പോവാണ്. ഈ കാണുന്ന കംപ്ലീറ്റ് ക്രൗഡ്, അവിടെ ഒക്കെ ക്രൗഡാണ്. എവ്രി വൺ ഇസ് വെയിറ്റിംഗ് ഫോർ ദിസ് സ്പെക്ടാക്കുലർ ക്ലോസിംഗ് സെറമണി. ഇത് എല്ലാ ദിവസവും ഉണ്ട്. എന്നിട്ടും എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു ഈ തിരക്ക് തന്നെയായിരിക്കും ക്ലോസിംഗ് സെറമണിക്ക്. ഇത് ഡ്രോൺ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അറ്റം വരെ ക്ലോസിംഗ് സെറമണിയാണ്, അതിൻ്റെ ആൾക്കാരാണ്.
അതെ, അതിന് തോളത്ത് കിടക്കുന്നണ്ട. എടുത്ത് വാങ്ങിച്ചേ കാണിച്ചു തരാം, പിടിച്ചോ. ഞാൻ വിചാരിച്ചു പാമ്പായിരിക്കും. ഇത് കണ്ടോ, ഇത്രയും വലിയ ബാഗാണ്. ബാഗ് വലിയ ബാഗ് ഞങ്ങൾക്ക് വീക്ക്നെസ്സാ. ഇന്നത് എന്താണെന്നറിയോ? വല്ല ചെറിയ സാധനമായിരിക്കും. ഒരു മാഗ്നറ്റ്. ഇതിനാണ് ഇത്ര വലിയ ബാഗ്. വലിയ ബാഗ് കണ്ടാ നമുക്ക് വിടാൻ പറ്റുമോ? നൈക്കിയിലും ഉള്ളതല്ലേ നമുക്ക്. ദൈവമേ, ഈ ക്ലോസിംഗ് ഷോ കൂടെ കഴിഞ്ഞിട്ട് പോവാ. ഈ ബാഗിനുള്ള പൈസ മുതലായ? ഏത് ഈ ബാഗ് യു പെയ്ഡ് സെപ്പറേറ്റ്ലി? പക്ഷെ എന്താ അറിയോ, നമുക്ക് ഇതിന് ഏറ്റവും ഉപയോഗം തന്നെയാണ് ട്രാവൽ ചെയ്യുമ്പോ ലോണ്ടറി ഇടാൻ. അതാണ്, അതിനാണ് വലിയ ബാഗ് ബാഗുകൾ വാങ്ങുന്നത്. ഗൈസ്, എനിക്കിതൊരു ഭയങ്കര ഇമോഷണൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ ഡിസ്നിയുടെ തീം മ്യൂസിക്കും ആ ഷോസൊക്കെ വന്നപ്പോൾ കംപ്ലീറ്റ് ക്യാരക്ടേഴ്സിനെ ആയിരുന്നു അവർ കാണിച്ചുകൊണ്ടിരുന്നത്. സോ ഐ വെന്റ് ബാക്ക് ടു മൈ ഫ്ലാഷ് ബാക്ക്. ഫാദറിൻ്റെ കൂടെ ഡിസ്നി പടം കാണാൻ പോകുന്നതും ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ. ആൻഡ് ദാറ്റ് ടൈം വി ഡ്രീംഡ് ഓഫ് കമ്മിങ് ടു ഡിസ്നി. പക്ഷേ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ഒന്നല്ല അന്നത്തെ കാലത്ത്. ബട്ട് മെയിൻ തിങ് ഇസ് ദാറ്റ് ഇറ്റ് ടുക്ക് us ബാക്ക് ടു ദ ചൈൽഡ്ഹുഡ്. ഭയങ്കര ഇമോഷണൽ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. And now I'm watching with him. So maybe when he gets big, he'll remember all this and yeah. So എന്തായാലും ഒരു ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ മൂവ്മെൻ്റ് ആയിരുന്നു ഇത്.
ആൻഡ് ഹോപ്പ്ഫുള്ളി യു ഗൈസ് ഓൾസോ എൻജോയ് ദിസ് വ്ളോഗ്. സോ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. Bye. ബൈ.